എവ്രിതിങ് യു വാണ്ട് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ഫിയർ. ജാക്ക് കാൻഫീൽഡ്. വളരെ പ്രശസ്തമായ ഒരു ബുക്ക് സീരീസ് ഉണ്ട്, ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ എഴുത്തുകാരനാണ് ജാക്ക് കാൻഫീൽഡ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടോ അതിനേക്കെല്ലാം എത്താൻ ഒരേ ഒരു തടസ്സമുള്ളൂ, അത് നമ്മുടെ ഭയമാണ്. അത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഭയമാകാം, അല്ലെങ്കിൽ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഭയമാകാം. യെസ്, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ആ ഒരു തടസ്സം. അദ്ദേഹം പഠിപ്പിക്കുന്ന ജീവിതം മാറ്റിമറിക്കുന്ന 5 ലെസൺസ് ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. അതായത് നമുക്കുള്ളൊരു ശീലമാണ് എന്തെങ്കിലും നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടുക, അല്ലെങ്കിൽ ഇന്നലെ നടന്നതിലേക്ക് കൈ ചൂണ്ടുക, അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്ക് കൈ ചൂണ്ടുക. നോ, ആരെയും കുറ്റം പറയരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മറ്റാരും വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കില്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിത്തരില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റാരോടും ചോദ്യം പോകില്ല, എങ്ങനെ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. നിങ്ങളോടായിരിക്കും ചോദ്യം. ബിക്കോസ് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. അത് നമ്മൾ എന്ന് ഏറ്റെടുക്കുന്നു എന്ന് മാത്രമുള്ളതാണ് ചോദ്യം. അതെന്ന് ഏറ്റെടുക്കാൻ തുടങ്ങുന്നോ, എന്നെൻ്റെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി എൻ്റെ കയ്യിലാണെന്ന് ഞാൻ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുന്നു, അന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും കാണും. അതൊരു കെയോസ് ആണ്, അതിലേക്ക് നമ്മൾ നോക്കരുത്. നമ്മുടെ കൺട്രോളിൽ എന്തുണ്ട്? നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പേഴ്സണാലിറ്റി. ഇത് രൂപപ്പെടുത്താൻ, ഇത് ഷേപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കഷ്ടപ്പെടേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് സെറ്റ് ക്ലിയർ ഗോൾസ്. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പേർക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആരും സ്വപ്നങ്ങളിലേക്ക് എത്താത്തത്? സ്വപ്നങ്ങളൊക്കെ നമ്മുടെ വെറും ചിന്തകളിലും വാക്കുകളിലും മാത്രമായി പോകാനുള്ള കാരണം എന്താണ്? ബിക്കോസ് നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളതൊരു റിയൽ വേൾഡിലെ സംഭവമായി മാറ്റിയിട്ടില്ല. അതിപ്പോഴും ചിന്തകളിൽ നിൽക്കുകയാണ്. അതിനാണ് നമ്മൾ ഗോൾസ് വയ്ക്കുന്നത്. എൻ്റെ സ്വപ്നം ഇതാണെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ ആക്ഷനബിൾ ഗോൾസ് ആക്കി മാറ്റുന്നത്, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗോൾസ് ആക്കി മാറ്റുന്നത്, അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റുന്നത്. ഇതാണ് നമ്മളെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഡ്രീം ഇതാണ്, എൻ്റെ ഗോൾ ഇതാണ് എന്ന് മുമ്പിൽ കാണാനായിട്ട് കഴിയണം. ആ ഒരു റോഡ് മാപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, ഗോൾസ് ആർ ഡ്രീംസ് വിത്ത് ഡെഡ് ലൈൻസ്. ഇതെന്ന് നേടണം എന്ന് നമ്മൾ പറയുന്ന സ്വപ്നങ്ങളാണ് ഗോൾസ്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയാതെ അതിനൊരു തീയതി നിശ്ചയിക്കുന്നതാണ് ഗോൾസ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഡെവലപ്പ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. ആർക്കും ഏറ്റവും പെർഫെക്റ്റ് സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല. എല്ലാവർക്കും പലതിനും ജീവിതത്തിൽ കുറവ് കാണും, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. എല്ലാ ഡോറുകളും ഒരുമിച്ച് ആർക്കും തുറന്ന് കിട്ടിയിട്ടില്ല. സോ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൽ നല്ലതുള്ളത്, എന്താണ് എൻ്റെ സ്ട്രെങ്തുകൾ, അതിലേക്ക് നോക്കുക എന്നുള്ളത്, അതിൽ വിശ്വസിക്കുക എന്നുള്ളത്. എൻ്റെ എബിലിറ്റീസ് എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ ഓരോ ദിവസം പരിശ്രമിക്കുക എന്നുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, നോ ദാറ്റ് ദെയർ ഈസ് സംതിങ് ഇൻസൈഡ് യു ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എനി ഒബ്സ്റ്റക്കിൾ. ഏത് തടസ്സം വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളുടെ ഉള്ളിലും ഒരു ശക്തിയുണ്ട്. അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ, അതിനെയൊക്കെ മറികടക്കാൻ അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ വിശ്വസിക്കണം. ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് ഒപ്റ്റിമിസം, ഇതാണ് നമുക്ക് വേണ്ടത്. നാലാമത്തെ കാര്യമാണ് ടേക്ക് ആക്ഷൻ. നമ്മൾ ചിന്തിക്കുകയോ പറയുകയോ റോഡ് മാപ്പ് ഉണ്ടാക്കുകയോ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ചെറിയ സ്റ്റെപ്സ് ആണെങ്കിൽ പോലും നമ്മൾ ആക്ഷനായിട്ട് എടുക്കാൻ തുടങ്ങണം. ചെറിയ ചെറിയ ആക്ഷൻസ് ആണ് ആ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ചക്രം പതുക്കി ഉരുണ്ടു തുടങ്ങുമ്പോൾ വീണ്ടും അത് മുമ്പോട്ട് വേഗത്തിൽ ഉരുളാൻ കൂടുതൽ കൂടുതൽ എളുപ്പമായിട്ട് വരും. ആ ഒരു മൊമെൻറ്റമാണ് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്ത് വരേണ്ടത്. ചെറിയ ചെറിയ ആക്ഷൻസ്, ഇറ്റ് വിൽ ലീഡ് ടു ബിഗ് റിസൾട്ട്സ്. സോ ഒരു കാര്യവും ചെറുതല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ചെറുതല്ല, ഒരു പേജ് വായിക്കുന്നത് ചെറുതല്ല, അല്ലെങ്കിൽ ഒരു 10 പുഷപ്പ് എടുക്കുന്നത് ചെറുതല്ല. നത്തിങ് ഈസ് സ്മോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളെപ്പോഴും മുഴുവൻ റോഡ് മറിഞ്ഞിട്ടല്ല യാത്ര ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇറ്റ് ഈസ് ദ സ്മോൾ സ്റ്റെപ്സ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്സ്. ജസ്റ്റ് ടേക്ക് ദാറ്റ്. അഞ്ചാമത്തെ കാര്യമാണ് എംബ്രേസ് ഫെയിലിയർ. അദ്ദേഹം പറയാണ്, നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാ ആൾക്കാരും തോറ്റുപോകുന്ന ഒരു സമയമുണ്ട്. അത് അവരുടെ പ്ലാനിനനുസരിച്ച് കാര്യങ്ങൾ പോകാത്തപ്പോഴാണ്, അല്ലെങ്കിൽ അവർ ചിന്തിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തന്നെ മടി വന്ന് നമ്മൾ തന്നെ ടൈം ടേബിളിന് പുറത്തു പോകുമ്പോഴാണ്. അതാണൊരു ഫെയിലിയർ. അതുണ്ടാകും. അതിന് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അതിൻ്റെ പേരിൽ ഗിൽറ്റി ആയിട്ടിരിക്കാനോ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനോ വീണ്ടും സമയം കളയാനോ നമ്മൾ പോകരുത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. നിങ്ങൾ തോൽക്കുന്നത്, പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാതെ വരുന്നത്, പല സാഹചര്യങ്ങളും നിങ്ങൾക്കെതിരെയാകുന്നത്, ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. ഇവിടെയാണ് നമ്മൾ വളരേണ്ടത്, ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. യു ഹാവ് ടു ഗ്രോ ആൻഡ് ലേൺ. അതുകൊണ്ട് അങ്ങനെ വീഴ്ചകളുണ്ടാകും. നമ്മുടെ ഭാഗത്തു നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ എന്തിനെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകും എന്നും പേടിച്ച് നമ്മൾ ഇരിക്കരുത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. ദോസ് ഫെയിലിയേഴ്സ് ആർ പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. സോ ഫോർഗിവ് യുവർ സെൽഫ്. ഡോണ്ട് ബ്ലെയിം.
ജസ്റ്റ് മൂവ് ഓൺ. എവ്രിതിങ് യു വാണ്ട് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി ഫിയർ. ഒരേ ഒരു ചോദ്യം മാത്രമാണ് ബാക്കി. നമ്മൾ റെഡിയാണോ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ, ആ ഒരു ഗോൾസ് സെറ്റ് ചെയ്യാൻ, ടു സ്റ്റാർട്ട് ദറ്റ് ജേർണി ടുവേർഡ്സ് അവർ ഡ്രീംസ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്. ഇൻസ്പയറിംഗ് ഫ്രീക്ക്.